വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മുടി കണ്ടോ, പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനിങ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്നും അതിലുപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്, ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതും. ഇതാണ് ഹെയർ സിറം. ഹെയർ സിറം എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഇത് സ്ട്രീക്സ് എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ ഹെയർ സിറമാണ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ കുപ്പി മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഓരോ മുടിക്കും എങ്ങനെയാണ് നമ്മളൊരു സിറം തിരഞ്ഞെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് സംസാരിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നോ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നതെന്നുള്ളത് ഞാൻ ആദ്യം തരാൻ പറഞ്ഞുതരാം. ആദ്യം അതായത് ആദ്യത്തെ കുട്ടീനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് മുടി നമുക്കറിയാലോ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള സമയത്തൊന്നും നമുക്ക് മുടി നോക്കാനും അതിൻ്റെ ഈ ജട കളയാനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, മോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് 2 മണിക്കോ 3 മണിക്കൊക്കെയാണ് ജട കളഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിയിട്ട് ജട നന്നായിട്ട് പിടിക്കുന്നൊരു മുടിയായിരുന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് പണഞ്ഞ് അതിൻ്റെ പുറമെ ഫ്രീസിയായി ആകെ ഭയങ്കര പ്രശ്നമായി. അതായത് മുടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാലോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്തുള്ള കൊഴിച്ചിലും പിന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് കാരണമുള്ള നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടി ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറേ പേരോട് ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഈ ജട മാനേജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ശരിയാക്കുക. പക്ഷെ എനിക്ക് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ മുടി പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിന് എനിക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പരിഹാരം വേണം. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അവസാനം കിട്ടിയൊരു പ്രൊഡക്റ്റാണ് ഹെയർ സിറം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്തിരി നമ്മളൊരു കയ്യിലേക്ക് 1-2 ഡ്രോപ്പ് എടുത്താൽ മതി. ആ സാധനം നമ്മൾ മുടിയിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തലയുടെ കൂട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കേണ്ട സിറമുണ്ട്, ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സിറം ഇവിടുന്ന് ഈ താഴേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ മുടി ജട പിടിക്കുകയില്ല. ഇതിങ്ങനെ ഓരോ മുടിയായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കും. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നിൽക്കും, ഫ്രീസി ഹെയർ ആവില്ല. പിന്നെ നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ല സുഖമാണ് മുടി മാനേജ് ചെയ്യാൻ. ജസ്റ്റ് നമ്മൾ കെട്ടുമോ പിന്നീട് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ജട പിടിക്കുകയില്ല. അപ്പം ഞാൻ അന്ന് മുതൽ ഇപ്പോൾ വരെ ഞാൻ ആ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഷാമ്പൂ ഇട്ടാലോ അതുപോലെ തന്നെ നമ്മൾ എന്താണോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോവും. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, മുടി ഇങ്ങനെ സ്മൂത്തായിട്ട് നിൽക്കുന്നതിന്. അപ്പം അതിനുള്ളൊരു ഉത്തരമാണ് ഹെയർ സിറം. ആദ്യം എങ്ങനെയാണ് ഒരു ഹെയർ സിറം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനനുസരിച്ച് ഹെയർ സിറം സെലക്ട് ചെയ്യാം. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മുടി ഫ്രീസായിട്ട് നിൽക്കുക, അതുപോലെ തന്നെ അറ്റം പൊട്ടിപ്പോവുക, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. യാത്ര പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ മുടിയിലേക്ക് പുരട്ടുന്ന ഹെയർ സിറമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഹെയർ വളരണം എന്നാണെങ്കിൽ ഹെയർ സിറം ഉണ്ട്. അത് പക്ഷേ അതിൽ കെമിക്കൽസ് കുറവായിരിക്കും. അപ്പം നിങ്ങൾ അത് ഈ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് തേക്കിനാണ്. അപ്പം നിങ്ങൾക്ക് മുടി വളരും. ഈ ഹെയർ സിറം ഒരിക്കലും ഇങ്ങോട്ട് തേക്കാനും പാടില്ല, ഇവിടെ തേക്കുന്നത് ഒരിക്കലും ഇവിടേക്ക് തേക്കാനും പാടില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. നിങ്ങൾ ഹെയർ സിറം എന്ന് പറഞ്ഞ കടയിലേക്ക് ചെന്നാൽ നമ്മൾ പറയണം ഏത് ഹെയർ സിറം. സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കാണാറ് ഇതാണ്. ഇതും ഈ 2 ടൈപ്പ് ബോട്ടിലുണ്ടാവും. പിന്നെ വേറെ കുറേ കമ്പനികളുടെ ഉണ്ടാവും. പിന്നെ നമ്മൾ മറ്റേ സ്കാൽപ്പിൽ തേക്കുന്ന സിറം സാധാരണ കാണാറ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സിറമില്ലേ, ആ ഒരു ടൈപ്പ് ബോട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തല തോർത്തി ജസ്റ്റ് തല ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് മുടി ഉണങ്ങരുത്. ചെറിയൊരു നനവുള്ള സമയത്ത് ഇത് ഒരു കയ്യിൽ കുറച്ചെടുത്തിട്ട്
ഒരു 2 ഡ്രോപ്പ് എടുത്തിട്ട് അത്ര മതിയാവും. കയ്യിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും, നല്ല പട്ടുപോലെ ആയിട്ട് കിട്ടും മുടി. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൈ കൊണ്ടോ ചീപ്പ് കൊണ്ടോ ഒക്കെ ഇരിയിട്ട് ശരിയാക്കുക. പിന്നെ നല്ല സ്മെല്ലാണ്. പിന്നെ ഈ 2 സ്ട്രീക്സിൻ്റെ ഞാൻ സ്ട്രീക്സ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വേറെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സ്ട്രീക്സിൻ്റെ വാൾനട്ടാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിറം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടീൻ്റെ ക്യൂട്ടിക്കിൾ, നമ്മുടെ മുടി കുറേ ക്യൂട്ടിക്കിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്യൂട്ടിക്കിൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴും ആ കോട്ടിങ് പോകുമ്പോഴാണ് നമ്മുടെ മുടി ഡാമേജ് ആവുക. അപ്പം ഈ മുടിക്ക് ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവറിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹെയർ സിറം. അപ്പോൾ ഈ വാൽനട്ട്, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ് ഹെയർ സിറം. ഈ ഹെയർ സിറത്തിൽ സിലിക്കൺ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ മുടി ഇങ്ങനെ നല്ല ഷൈനി ആയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അത് നമ്മുടെ മുടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ, സ്ഥിരമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളത് വാഷ് ചെയ്ത് കളയാം. ഞാൻ ആദ്യം ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴിത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ സാധാരണ നോർമൽ ഹെയറിന് ഉപയോഗിക്കുന്ന ഹെയർ സിറമാണ്. എന്താ പറയുക, നമ്മൾ ഫ്രീസി ഹെയർ, അതുപോലെ തന്നെ നമ്മൾ ചടയൊക്കെ കളയാൻ വേണ്ടിയിട്ട്, നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഹെയർ സിറമാണ് ഇത് സ്ട്രീക്സിൻ്റെ തന്നെ വിറ്റാറിച്ച് ഗ്ലോസ് ഹെയർ സിറം. ഇത് വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു എക്സ്ട്രാ കുറച്ചും കൂടി കണ്ടൻ്റൊക്കെ ഉള്ള സാധനമാണ് ഇത്. ഞാൻ ഉപയോഗിക്കുന്നതിനാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ മുടി കെരാറ്റിൻ സ്പാ ചെയ്തു. മുടി ഭയങ്കര ഡ്രൈ ആയി, അറ്റത്തു നിന്നൊക്കെ എനിക്ക് കൈയും ചീപ്പും ഒന്നും കടക്കാത്ത രീതിയിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ എന്താ പറയുക, കുറേ മുടി വെട്ടിപ്പോയി. അതിൻ്റെ സങ്കടം ഉണ്ട്, എന്നാലും സാരല്ല, മുടിയല്ലേ ഇനിയും നീണ്ടുള്ളൂ. കുറേ വെട്ടിപ്പോയി, ആ ചേച്ചി കുറേ വെട്ടി. അപ്പം ആ ചേച്ചി പറഞ്ഞു നമ്മൾ ഒരാഴ്ചത്തേക്ക് തല കഴുകരുത്, അതുപോലെ തന്നെ സിറം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഈ കുറേ പൈസയൊക്കെ മുടക്കിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ആഫ്റ്റർ കെയർ മര്യാദയ്ക്ക് ചെയ്താൽ മാത്രം നമ്മുടെ മുടി മര്യാദയ്ക്ക് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ മുടി ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നവും, അല്ലെങ്കിൽ ഒന്നും കൂടി ആദ്യത്തിനെക്കാട്ടും ഭീകര പ്രശ്നവും. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ഇങ്ങനെ ചെയ്തു, പക്ഷേ പിന്നെയും പഴയ പോലെയായി, പിന്നെയും പ്രശ്നങ്ങളൊക്കെ ആയിന്. അപ്പം അവരോട് ബ്യൂട്ടി പാർലറുകാരും നമ്മളും ഒക്കെ പറയുന്നത് നിങ്ങൾ ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞത് സിറം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സിറം എന്ന് പറയുന്നത് നമ്മൾ മുടിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കളറിങ്, സ്മൂത്തണിങ്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യില്ല. സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചൂട് ഒക്കെ ഇതായിട്ടാണ്, ചൂട് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് കുറച്ചും കൂടി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ സിറമാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക മാർക്കറ്റിൽ മാട്രിക്സ്, അതുപോലെ തന്നെ ഒരുപാട് ഹെയർ സിറം അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില 120 രൂപയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയും കൊണ്ടാണ് ഞാനിത് സ്ഥിരം വാങ്ങുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ വില ഉള്ളത് വേണമെന്നാണെങ്കിൽ ഇതിനെക്കാട്ടും വില ഉള്ളത് ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടി എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം വാങ്ങുന്നത്. പിന്നെ നമുക്കിത് സ്ഥിരം യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോഴോ, പിന്നെ നമുക്ക് ജട അത്രയും കളയാൻ പറ്റില്ല, ഭയങ്കര ഫ്രീസ് ഹെയർ ആയെങ്കിലൊക്കെ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സാധനം മുടി ഉള്ള ആൾക്കാർക്ക്, മുടി നോക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരെണ്ണം വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. 120 രൂപയുള്ളൂ, നമുക്കൊരു 4-5 മാസത്തേക്ക് എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഒരു 2 ഡ്രോപ്പ് എടുത്താൽ മതി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെയർ ഓയിൽ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഹെയർ ഓയിൽ ചെയ്ത് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും, ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.
ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ നന്ദി.